അതായത് 2:157. നഹാസ് ഒന്ന് മ്യൂട്ട് ചെയ്യോ പ്ലീസ്, മ്യൂട്ട് ചെയ്യോ. ഒരു മിനിറ്റ്. 57. അവർക്കത്രേ തങ്ങളുടെ രക്ഷിതാവിങ്കൽ നിന്ന് അനുഗ്രഹങ്ങളും കാരുണ്യവും ലഭിക്കുന്നത്, അവരത്രേ സന്മാർഗം പ്രാപിച്ചവർ. ഇതാണോ 157 അല്ലേ? റെഫറൻസ് തെറ്റിപ്പോയെന്ന് തോന്നുന്നുണ്ട്. അതല്ല, അത് തന്നെയാണ് ഒന്ന്. അത് ഞാൻ ഇംഗ്ലീഷിൽ വായിക്കാം. അതിന്റെ ഇംഗ്ലീഷ് ഞാൻ വായിക്കാം. They are those on whom are the prayers from their Lord and mercy, and it is they who are the guided ones. അതാണ് അതിന്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ. അല്ല, ഇതില് രണ്ടാമത്തെ വാക്യം പ്രാർത്ഥിക്കുന്നതായിട്ട് എവിടെയാണുള്ളത്? They are those on whom are the prayers from their Lord. ബാസിത്ത് ഭായ് അതിന് മറുപടി സാബിത്ത് ഭായ് പറയും. ഇത് സലാത്തുൻ എന്നുള്ള ഒരു വാക്ക് വെച്ചിട്ടാണ് ഇവർ സംസാരിക്കുന്നത്. ഓക്കെ, സാബിത്ത് ഭായ് ഇവിടെ ഉണ്ടോ? ഓക്കെ, 33 എന്താ? ഇനി 33 ഒരു വാക്യം കൂടി ഞാൻ വായിക്കാം. 33:56. Verily God and his angels pray for the prophet എന്നും പറയുന്നു. O ye who believe, pray for him and salute him with a salutation. പാൽമറിന്റെ ട്രാൻസ്ലേഷൻ ആണിത്. ഒറ്റ സെക്കൻഡ്, മലയാളത്തിൽ വായിക്കാം. തീർച്ചയായും അതായത് 33:56 കേട്ടോ. തീർച്ചയായും അല്ലാഹുവും അവന്റെ മലക്കുകളും നബിയോട് കാരുണ്യം കാണിക്കുന്നു. സത്യവിശ്വാസികളെ, നിങ്ങൾ അദ്ദേഹത്തിന്റെ മേൽ അള്ളാഹുവിന്റെ കാരുണ്യവും ശാന്തിയും ഉണ്ടാകാൻ പ്രാർത്ഥിക്കുക. അപ്പം ഈ അള്ളാഹു കാരുണ്യം കാണിക്കുന്നെന്ന് പറഞ്ഞത് അവിടെ പ്രാർത്ഥിക്കുന്നെന്നാണ് കേട്ടോ. അച്ഛൻ കുഞ്ഞ് കാരുണ്യം കാണിക്കുന്നു എന്നുള്ളത് എങ്ങനെയാണ് അച്ഛൻ കുഞ്ഞ് പ്രാർത്ഥിക്കുന്നത്? വാദിക്കട്ടെ. അപ്പൊ ഇതില് ഞാൻ പറയാം. അതായത് ഇതില് നമ്മള് ഇപ്പൊ ഈ ഒരു വാക്യം വായിക്കുമ്പോ ഇപ്പൊ നേരത്തെ നഹാസ് ബ്രദർ പറഞ്ഞതുപോലെ മിക്ക വിശ്വാസികളും ഉടനെ പറയും ഇത് ബ്ലസ്സിംഗ് ആണ് എന്ന് പറയും. എന്നാല് ഞാൻ ആദ്യം വായിച്ച വാക്യത്തില്, അതായത് 2:157 ഈ ബ്ലസ്സിംഗ് എന്നുള്ള വാക്ക് ബറാക്ക എന്നുള്ള വാക്കാണ്. അതിന്റെ പ്രൊനൗൺസിയേഷൻ ശരിയാവണമെന്നില്ല, അറബി വാക്കായതുകൊണ്ട്. ബറാക്ക എന്നുള്ള വാക്കാണ് ശരിക്കും അറബി വാക്ക്. ഈ ഇപ്പൊ നിങ്ങൾ സാധാരണ പറയും ഇത് ബ്ലസ്സിംഗ് ആണ് എന്ന് സ്ഥിരം പറയും. പക്ഷെ ഈ 2:157 ഈ രണ്ട് വാക്കുകളും വരുന്നുണ്ട്. ബ്ലസ്സിംഗും വരുന്നുണ്ട്, പ്രയറും വരുന്നുണ്ട്. അത് ഞാൻ ഒന്നുകൂടി വായിച്ചു കാണിച്ചു തരാം. അതായത് 2:157 അതാ. They are those on whom are the salawat, അതായത് prayer from their Lord and baraka, and receive his baraka, and it is they who are the guided ones. അപ്പൊ ഇവിടെ ഈ ബ്ലെസ്സിങ്ങിനും മേഴ്സി, അതായത് പ്രയറിനും ബ്ലെസ്സിങ്ങിനും രണ്ട് വാക്കുകളും ഒരേ ആയത്തിൽ, അതായത് സല്ല എന്നുള്ള വാക്കും ബറാക്ക എന്നുള്ള വാക്കും ഒരേ ആയത്തിൽ വരുന്നുണ്ട്. ഒറ്റ സെക്കൻഡ് സാബിത്ത് ഭായി, ഇവര് ബറക്കത്തിന്റെയും സലാത്തിന്റെയും ഒരു അർത്ഥവ്യത്യാസമാണ് ചോദിക്കുന്നത് കേട്ടോ. ഒന്ന് വിശദീകരിക്കുമോ? ഞാനൊന്ന് വായിച്ചിട്ട് വിശദീകരിക്കും. ബ്രദറെ, നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾ ഉദ്ദേശിച്ച അർത്ഥം കിട്ടണമെന്നില്ല. 2:57 അനുഗ്രഹം കൊണ്ടാണ് അതിൽ വെച്ചിരിക്കുന്നത്. താങ്കൾ ഉദ്ദേശിക്കുന്ന അർത്ഥം കിട്ടത്തില്ല. ഞാനൊന്ന് വായിക്കട്ടെ. 2:157 പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: അവർക്കത്രേ തങ്ങളുടെ രക്ഷിതാവിങ്കൽ നിന്നും അനുഗ്രഹങ്ങളും കാരുണ്യവും ലഭിക്കുന്നത്, അവരത്രേ സന്മാർഗം പ്രാപിച്ചവർ. ഇതാണ് മലയാളം ട്രാൻസ്ലേഷൻ. ഞാനൊന്ന് വായിക്കട്ടെ. അമാനി തഫ്സീറിനകത്ത് കൊടുത്തിരിക്കുന്ന ഞാനൊന്ന് വായിക്കാം. ഓക്കെ. നിശ്ചയമായും അള്ളാഹുവും അവന്റെ മലക്കുകളും നബിയുടെ മേൽ സ്വലാത്ത് അനുഗ്രഹം നേരുന്നു. സ്വലാത്ത്: ഹേ വിശ്വസിച്ചവരെ, അദ്ദേഹത്തിന്റെ മേൽ നിങ്ങൾ സ്വലാത്ത് അനുഗ്രഹം നേരുകയും
ശരിയാവണ്ണം സലാം ശാന്തി നേരുകയും ചെയ്യുവൻ. അപ്പൊ ഈ മനുഷ്യരും എന്ത് ചെയ്യണം? സ്വലാത്ത് അനുഗ്രഹം കൊടുക്കണം എന്നല്ലേ എന്റെ കൂട്ടുകാരനകത്തുള്ളത്. ഞാൻ താഴെ ഒന്നും കൂടെ വായിക്കാം. നിശ്ചയമായും അള്ളാഹു അവന്റെ മലക്കുകളും അവർ അനുഗ്രഹം നേരുന്നു, സ്വലാത്ത് ചൊല്ലുന്നു നബിയുടെ മേൽ. ഹേ വിശ്വസിച്ചവരെ, നിങ്ങൾ അനുഗ്രഹം നേരുവിൻ. ഇവിടെ നേരുന്നു ഇപ്പൊ രണ്ടും ഒരേ വാക്കാണ്, പക്ഷെ പരിഭാഷ വന്നപ്പോഴത്തെ അപ്പുറം ഇപ്പുറം കൂടെ എന്ത് ചെയ്തു? മാറ്റം വരുത്തി. എന്നാൽ അതിന്റെ താഴെ കൊടുത്തിരിക്കുന്നത് സ്വലാത്ത് എന്ന വാക്കിന് അനുഗ്രഹം, ആശീർവാദം, പ്രാർത്ഥന എന്നൊക്കെ അർത്ഥം വരും. ഇനി ഞാന് ഈ 33-56 ഇബിൻ കത്തീറിന്റെ തഫ്സീർ എന്ന് വായിക്കാം. അല്ല, ഇബിൻ കത്തീറിന്റെ തഫ്സീർ ഞാൻ വായിക്കാം. അത് കുറച്ചും കൂടി ക്ലിയർ ആണ് അത്. ഓക്കെ. ദ പീപ്പിൾ ഓഫ് ഇസ്രായേൽ സെഡ് ടു മോസസ്, ഡസ് യുവർ ലോർഡ് പ്രേ. അങ്ങനെ തന്നെയാണ് അതിൽ കൊടുക്കുന്നത്. അതായത് നിങ്ങളുടെ ദൈവം പ്രാർത്ഥിക്കുമോ? ഹിസ് ലോർഡ് കോൾഡ് ഹിം സേയിങ്, ഓ മോസസ്. അതായത് ദൈവം അവനെ വിളിച്ചു, മൂസേനെ. ഓ മോസസ്, ദേ ആസ്ക് യു ഇഫ് യുവർ ലോർഡ് പ്രേസ്. അതായത് അവര് നിങ്ങളോട് ചോദിക്കുന്നു, നിങ്ങളുടെ ദൈവം പ്രാർത്ഥിക്കുമോ എന്ന്. സേ യെസ്, പ്രാർത്ഥിക്കും. ഐ ഡു പ്രേ ആൻഡ് മൈ ഏഞ്ചൽസ് പ്രേ അപ്പോൺ മൈ പ്രോഫിറ്റ് ആൻഡ് മൈ മെസ്സഞ്ചേഴ്സ്. അതായത് ഞാനും പ്രാർത്ഥിക്കും, എന്റെ മലക്കുകളും പ്രോഫിറ്റിന്, പ്രവാചകന് വേണ്ടി പ്രാർത്ഥിക്കും. ആൻഡ് മൈ മെസ്സഞ്ചേഴ്സ്, എന്റെ മറ്റുള്ള പ്രവാചകന്മാർക്കും വേണ്ടി പ്രാർത്ഥിക്കും. ആൻഡ് അള്ളാഹ് then send down on his messenger Allah and his angels pray എന്നുള്ള ആ ആയത്ത് അയച്ചു എന്ന്. അതായത് 33-56 വായിച്ചു എന്ന്. അപ്പൊ ഇതില് വളരെ വ്യക്തമല്ലേ, ക്ലിയർ ആയിട്ട് പറയാണ്. ഐ ഡു പ്രേ എന്ന് തന്നെയാണ് പറയുന്നത്. യെസ്, ഐ ഡു പ്രേ ആൻഡ് മൈ ഏഞ്ചൽസ് പ്രേ. എന്ന് പറയുമ്പോഴാണ് ഞാൻ ചോദിക്കട്ടെ, ഇതിനകത്ത് അള്ളാ ഡു പ്രേ എന്ന് എവിടെയെങ്കിലും മെൻഷൻ ചെയ്തിട്ടുണ്ടോ രാജാ ബ്രദർ? അങ്ങനെ പറഞ്ഞാൽ നമുക്ക് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഞാൻ വായിക്കാം. ഞാൻ ഒന്നും കൂടി അത് ഞാനിപ്പോ ഈ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് പറഞ്ഞോണ്ടാ. ഞാൻ വേണമെങ്കിൽ ഫുള്ള് ഒറ്റയടിക്കൊന്ന് വായിക്കാം, അപ്പൊ നമുക്ക് ക്ലിയർ ആവുമല്ലോ. ഇതാ Ibn Kathir Tafsir on 33:56. The people of Israel said to Moses, does your Lord pray? His Lord called him, saying, O Moses, they ask you if your Lord prays. Say to them, yes, I do pray, and my angels pray upon my prophets and my messengers. And Allah then send down on his messenger, Allah and his angels pray എന്നുള്ള ആയത്ത്. അങ്ങനെയാണ് അതിന്റെ തഫ്സീർ. അപ്പൊ അതിനകത്ത് ഇങ്ങനെയും കൂടെ കൊടുത്തിട്ടുണ്ട്, മലക്കുകളെ സംബന്ധിച്ചാകുമ്പോൾ പാപമോചനത്തിനും നന്മയ്ക്കും വേണ്ടി പ്രാർത്ഥിക്കുക. എന്റെ അച്ഛൻ കുഞ്ഞെ, അപ്പം അള്ളാഹുവും പ്രാർത്ഥിക്കുന്നു, മലക്കുകളും പ്രാർത്ഥിക്കുന്നു. അല്ല, ഇത് സംഭവം ഇത്രേ ഉള്ളൂ. ഇപ്പൊ ഞാൻ അച്ഛൻ കുഞ്ഞിനോട് ഒരു കാര്യം ചോദിക്കുകയാണെങ്കിൽ അത് ചോദ്യമാണ്. ഞാൻ നേരെ മറിച്ച് ദൈവത്തോട് ചോദിക്കുന്നത് പ്രാർത്ഥനയാണ്. അതുപോലെ തന്നെയാണ് സലാം എന്നുള്ള വാക്കും വരുന്നത്. സൃഷ്ടികൾ സൃഷ്ടാവിനോട് ചോദിക്കുമ്പോൾ അത് പ്രാർത്ഥനയും, സൃഷ്ടാവ് സൃഷ്ടികളോടാവുമ്പോ അത് അനുഗ്രഹമാണ്. അത് അങ്ങനെയാണ് അറബിയിൽ അല്ല, അപ്പൊ എങ്ങനെയാണ് ഈ ബറാക്ക എന്നുള്ള വാക്കോ? അല്ല, ബറാക്ക എന്നുള്ള വാക്ക് ഇബാദത്താണ് കറക്റ്റ് ആയിട്ട് ആരാധന വരുന്നത്. ആരാധന വർഷിപ്പൊക്കെ ആയിട്ട് വരുന്നത് അതാണ്. ഇത് സലാത്ത് എന്നുള്ള സമാധാനം, എന്താണ്, ഒരു ആശംസയാണത്. ആശംസയും അല്ലെ സൃഷ്ടാവിനോട് പ്രാർത്ഥിച്ചു എന്ന് പറയും, അതുപോലെ സൃഷ്ടാവിനോട് ചോദിച്ചു എന്നും പറയും. ഇപ്പൊ സൃഷ്ടാവിനോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ പ്രാർത്ഥനയായിട്ടാണ്. ഇപ്പൊ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നമുക്ക് ബൈബിൾ എടുത്ത് കോട്ടിയാലോ, സൃഷ്ടാവിനോട് ചോദിക്കുന്ന രംഗങ്ങൾ അത് പ്രാർത്ഥനയായിട്ടാണ് നമ്മൾ കാണുന്നത്. ഓക്കെ, കാണുന്നത് അതുപോലെ തന്നെയാണ് ഈ വാക്ക്, അതുപോലെ തന്നെയാണ് ഈ അവിടെ ഒരു വ്യത്യാസമുണ്ട് മുഹമ്മദ്. ഇവിടെ പറയുന്നത് അള്ളാ പ്രേ എന്നാ പറഞ്ഞിരിക്കുന്നത്, അള്ളാ ഡു പ്രേ എന്നാ പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഒരു കാര്യം പറയട്ടെ, സലാം എന്നുള്ള വാക്കിന്റെ ട്രാൻസ്ലേഷൻ ഇപ്പോ ഇമാനി തഫ്സീർ ഇവിടെ എടുത്ത് പറഞ്ഞല്ലോ, അനുഗ്രഹം, പ്രാർത്ഥന എന്നൊക്കെ അതിന് വരുന്നുണ്ട്. അപ്പോ ഈ തഫ്സീർ എഴുതിയിട്ടുള്ളത് ഇംഗ്ലീഷിലല്ലല്ലോ, നിങ്ങൾ അറബിക്കിലോട്ട് പോകും, അറബിക്ക് എടുക്ക്, അറബിക്കിലുള്ള തഫ്സീർ. അല്ല, ഞാനിവിടെ ഹദീസ് വായിക്കാം. ഇതും കൂടി കഴിഞ്ഞിട്ട് ഒരു മിനിറ്റ് ബാസിത്തെ,
വാസിത ഒരു മിനിറ്റ്, ഞാൻ ഒരു ഹദീസും കൂടി വായിക്കാം. ഹദീസും കൂടി വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന് എല്ലാത്തിനും കൂടി ഒന്നിച്ച് ഉത്തരം പറയാം. ഒരു മിനിറ്റ്, ഞാനത് വായിക്കാം. അതിൽ പറയുന്നത് എന്താന്ന് വെച്ചാല് അള്ളാഹുവും അവന്റെ ഏഞ്ചൽസും ഇൻഹാബിറ്റൻസ് ഓഫ് ദ ഹെവനും ആൻഡ് എർത്ത്, ഈവൻ ദ ആൻഡ് ഇൻ ഹിസ് ഹോൾ ആൻഡ് ഈവൻ ഫിഷ് ഒന്നിച്ച് പ്രാർത്ഥിക്കുന്ന കാര്യമാണ്. അത് ജാമിയ തിർമിദി 2685. നറേറ്റഡ് അബു ഉമാമ അൽ ബാഹിലി. Two men were mentioned before the messenger of Allah. One of them a worshipper and the other a scholar. So the messenger of Allah said, the superiority of the scholar or the worshipper is like my superiority over the least of you. Then the messenger of Allah said, indeed Allah, his angels, the inhabitants of the heavens and the earth, and even the ant in his hole, even the fish, says salad upon the one who teaches the people to do good. അപ്പൊ ഒന്നിച്ച് ഇവിടെ ഇവരൊക്കെ കൂടി പ്രാർത്ഥിക്കുന്ന കാര്യമാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഇനിയിപ്പോ നിങ്ങൾക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല അത് അള്ളാഹു പറയുമ്പോ അത് എല്ലാവർക്കും കൂടി ഒറ്റ വാക്ക് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോ അള്ളാഹു പറയുമ്പോ അത് അനുഗ്രഹവും, ഇവര് പറയുമ്പോ അത് പ്രാർത്ഥനയാവുന്നുള്ളത് ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം ഇവരൊക്കെ കൂടി ഒറ്റ സെന്റൻസിലാണ്, ഒറ്റ വാക്കിലാണ് ഈ ഫുൾ സെന്റൻസ് ഒതുക്കിയിട്ടുള്ളത്. അപ്പൊ ഇതിനും കൂടി ഒന്ന് ഉത്തരം. സാബിത്ത് ബ്ലിങ്ക് ചെയ്തിരുന്നു. സാബിത്തിന് മറുപടി ഉണ്ടോ? ഈ സ്വലാത്ത് എന്നുള്ള വാക്കേ അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഈ തഫ്സീറുകൾ വായിക്കുമ്പോൾ അവിടെ ഇപ്പൊ രാജാബ്രദർ വായിച്ച മാതിരി അവിടെ ഇപ്പൊ വായിച്ചത് ശരിയാണെങ്കിലും അവിടെ മനസ്സിലാക്കാനുള്ള കുറെ കുഴപ്പമുണ്ട്. ഈ ബർക്ക എന്നുള്ള വാക്കവിടെ പറഞ്ഞു, ബർക്കത്ത് അനുഗ്രഹം എന്നാണ്. അർസൽനാക റഹ്മത്തുൽ ലിൽ ആലമീൻ, അത് ലോകർക്ക് അനുഗ്രഹമായിട്ടല്ലാതെ. ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്ന അനുഗ്രഹം അള്ളാഹു കൊടുത്ത അനുഗ്രഹം എന്ന തലത്തിലാണ്. നബിയെ സൃഷ്ടിച്ചപ്പോ ഉള്ള ആ അനുഗ്രഹത്തെ പറ്റിയിട്ടാണ് പറഞ്ഞത്. പിന്നെ സലാത്ത് ചെല്ലാൻ പറഞ്ഞു. സ്വലാത്ത് എന്ന് പറയുന്നത് സാധാരണ രീതിയിൽ അള്ളാഹു ചൊല്ലുന്നു എന്ന ആ വാക്ക് ഉദ്ധരിക്കുന്നത് അള്ളാഹു നബിക്ക് മേലെ അനുഗ്രഹം ചൊരിയുന്നു എന്നുള്ള അവസ്ഥയിലാണ്. അല്ലാതെ അള്ളാഹു മലക്കളെ ചുറ്റും വിളിച്ചിരുത്തി കുറെ സലാത്ത് ചൊല്ലു എന്നല്ല. വെളുത്തില്ലല്ലോ സാബിത്ത്. അല്ല, ഞാൻ പറയട്ടെ മറുപടി, ഒരു കാര്യം മറുപടി അടുക്കരുത്, ഒറ്റ മിനിറ്റ്. അപ്പോ ഈ പറയുന്ന കാര്യത്തില് എന്തല്ല, അനുഗ്രഹം കൊടുക്കലാണ്. അപ്പൊ അള്ളാഹു പറയാണ് മലക്കുകളെ ചെല്ലുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾ സത്യവിശ്വാസികളും നബിയുടെ മേൽ സ്വലാത്ത് ചെല്ലണം. സ്വലാത്തിന്റെ അർത്ഥം പലതരത്തിൽ വരും. പ്രാർത്ഥന, ആ പ്രാർത്ഥന അള്ളാഹു കൽപ്പിച്ചത് കൊണ്ട് ചെയ്യുന്നു എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. അല്ലാതെ അള്ളാഹു ചുറ്റും കൂടി ഇരുന്ന് ചില്ലൊന്നല്ല. കൽപ്പന, അള്ളാഹുവിന്റെ ആ ഒരു കൽപ്പന നബിയുടെ മേൽ നമ്മൾ അനുഗ്രഹത്തിൽ പ്രാർത്ഥിക്കണം. കൽപ്പന അല്ലാത്ത സ്ഥലത്ത് ബർക്കത്തിന്റെ അർത്ഥം എന്താ സാബിത്തെ? കൽപ്പന അള്ളാഹു പറയുമ്പോൾ അത് കൽപ്പന, പ്രാപിക്കുന്ന വ്യക്തിക്ക് ബർക്കത്ത്. അല്ലാതുള്ള ബർക്കത്തിന്റെ അർത്ഥം അതിന് വിവക്ഷ വേറെയുണ്ടോ? സമുദാനീയത്തിലാണ് അത് വരുന്നത്. സമുദാനത്തിൽ പങ്കില്ലാത്ത പ്രാർത്ഥന. ഇവിടെ ഇപ്പൊ ഈ തിർമിദിയുടെ ഹദീസില് ഇതൊന്നുമല്ല വിഷയം. ഇതിപ്പോ അള്ളാഹുവിന് സെപ്പറേറ്റ് ആയിട്ടല്ലല്ലോ പറയുന്നത്. ഇത് അള്ളാഹു, മലക്കുകള്, ഇൻഹാബിറ്റൻസ് ഓഫ് ദ ഹെവൻ, ഭൂമിയിലുള്ള എല്ലാ ജീവജാലങ്ങളും, മാളത്തിലുള്ള ഉറുമ്പും അതുപോലെ മീനുകളും എല്ലാവരും കൂടി ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന കാര്യമാണ് പറയുന്നത്. അല്ലാണ്ട് അള്ളാഹുവിനെ ഒരു സെന്റൻസിൽ വേറെ പറഞ്ഞ് ബാക്കിയുള്ളവരെയൊക്കെ സെപ്പറേറ്റ് ആയിട്ടല്ല ഇവിടെ പറയുന്നത്. ഇവരെ എല്ലാവർക്കും കൂടി, അതായത് ഇവിടെ വലിയൊരു ഷിർക്കും കൂടി ഉണ്ട്. കാരണം അള്ളാഹുവിനെയും ഇവരെയും ഒന്നിച്ച് ഒറ്റ സെന്റൻസിൽ കൂട്ടി ഒന്നിച്ചാ പറയുന്നത്. അത് അവിടെ നിന്ന് കിട്ടുക, അത് നമ്മുടെ വിഷയമല്ല. അപ്പം ഇവിടെ പറയുന്നത് ഇത് എല്ലാവർക്കും കൂടി ഒറ്റ വാക്കേ ഉപയോഗിച്ചിട്ടുള്ളൂ. ഈ സാലത്ത് എന്നുള്ള ഒറ്റ വാക്കേ ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പോ അതിന്റെ അർത്ഥം ഇവർക്കൊക്കെ ഈ മുഹമ്മദിനെ അനുഗ്രഹിക്കാനുള്ള ശക്തിയുണ്ടോ? മീനിനും ഉറുമ്പിനും ഒക്കെ അനുഗ്രഹം കൊടുക്കാനുള്ള കഴിവുണ്ടോ? അവരൊക്കെ പ്രാർത്ഥിക്കാമായിരിക്കും. അതും ലോജിക്കലല്ല, എങ്കിലും നമുക്ക് അങ്ങനെ വിശ്വസിക്കാം. അവരൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പൊ ഇതിനെല്ലാവർക്കും കൂടി ഒറ്റ വാക്കാണ് ഇവിടെ ഈ തിർമിദി ഹദീസിൽ ഉപയോഗിച്ചത്. അല്ല, അവിടെ പറഞ്ഞ കാര്യം സമുദാനീയത്തിലാണോ?
മറ്റേ ഈ അറബി വാക്കുകൾ ഇടയ്ക്ക് കയറ്റിയാൽ ഞങ്ങൾ പെടും. ആ, അതാണ് പ്രശ്നം. അള്ളാഹുവിന്റെ ഇറാദത്തിലോ സമുദായത്തിലോ പങ്കുണ്ടോ ആർക്കെങ്കിലും? നിങ്ങളത് ഞങ്ങളോട് ചോദിക്കുമ്പോ അത് പ്യുവർ മലയാളത്തിൽ ചോദിക്കും. സാബിത്തെ പ്ലീസ് അറബി കൊണ്ടൊന്നും ചോദ്യം ചോദിക്കരുത്. നമ്മൾ മലയാളത്തിൽ അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ നിങ്ങൾ ഓക്കെ, അതാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ പാസ്റ്റർ സംസാരിക്കും കേട്ടോ, സംസ്ഥാനി. അല്ല, ഭാഷ സംസാരിക്കാനല്ല ഞാൻ പറഞ്ഞേ. അള്ളാഹു പ്രാർത്ഥിച്ചു എന്ന് പറയുമ്പോ അവന്റെ ആശ്രയത്തിലോ അവന്റെ ഏകത്വത്തിലോ പങ്കുണ്ടോ ആർക്കെങ്കിലും? ഖുർആൻ വീക്ഷണത്തില് ഇജ്മാവ് പ്രകാരം ഇല്ല. ഒരു കാര്യത്തിലും അവന്റെ ഏകത്വത്തിൽ ഞാൻ പറഞ്ഞല്ലോ, അതല്ല നമ്മുടെ ഇപ്പൊ ഇവിടുത്തെ വിഷയം. അല്ല ഞാൻ അതിന്റെ ഇടയ്ക്ക് പറഞ്ഞേ ഉള്ളൂ. നമ്മുടെ വിഷയം ശിർക്കല്ല. നമ്മുടെ വിഷയം അതായത് ഇപ്പൊ നിങ്ങൾ പറഞ്ഞല്ലോ, ഈ അനുഗ്രഹവും പ്രാർത്ഥനയും രണ്ടും ഒരേ വാക്കാണെങ്കിലും അത് അള്ളാഹു ചെയ്യുമ്പോ അനുഗ്രഹവും സൃഷ്ടി ചെയ്യുമ്പോ അത് പ്രാർത്ഥനയുമാണെന്ന് പറഞ്ഞല്ലോ. ഇവിടെ അതായത് ഒരൊറ്റ സെന്റൻസ് ആണ്, അതിലാണ് ഇതെല്ലാം കൂടി കൂട്ടി വെച്ചിട്ടുള്ളത്. ഒറ്റ സെന്റൻസ്, അല്ലാണ്ട് സെപ്പറേറ്റ് അള്ളാഹു സാലത്ത് ചെല്ലുന്നു, ഓക്കെ, അപ്പൊ അത് അനുഗ്രഹമായിട്ട് നമുക്ക് കൂട്ടാം. അതിനുശേഷം അടുത്ത സെന്റൻസിൽ പറയുന്നു മലക്കുകളും ഭൂമിയിലെ നിവാസികളും സ്വർഗത്തിലെ നിവാസികളും ഉറുമ്പും മീനും ഒക്കെ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ രണ്ടും രണ്ടായിട്ടാണ് പറയുന്നതെങ്കിൽ ഓക്കെ. പക്ഷെ ഇവിടെ പറയുന്നത് അങ്ങനെയല്ല. ഇവിടെ അള്ളാഹുവും മീനും ഉറുമ്പും സ്വർഗത്തിലെ ഇപ്പോ പറഞ്ഞ കാര്യം കേൾക്കുന്നില്ല. അത് എനിക്കാണോന്ന് അറിയത്തില്ല. ആർക്കും കേൾക്കുന്നില്ല. അപ്പം കേൾക്കാമോ? ഞാൻ പറയുന്നത് കേൾക്കാമോ? അപ്പം ഈ 33-ന്റെ 36 കൂടെ അതിനോടൊപ്പം ചേർത്ത് വായിക്കുമ്പോൾ ഈ പറഞ്ഞത് കറക്റ്റ് ആകും. കാരണം രണ്ടുപേരും ഒരേ ലെവലിലാകുമ്പോഴത്തേക്ക് അവരങ്ങോട്ടും ഇങ്ങോട്ടും പ്രാർത്ഥിക്കാമല്ലോ. രണ്ടുപേരും കൂടെ അല്ലാതെ ഒരു അനുഗ്രഹം കൊടുക്കുന്നില്ല. മുഹമ്മദ് മാത്രമോ അള്ളാഹു മാത്രമോ ഒരു പ്രവർത്തനവും ഖുർആൻ അനുസരിച്ച് ചെയ്യുന്നില്ല. അനുഗ്രഹത്തിന്റെ കാര്യത്തിലാണെങ്കിലും ശാപത്തിന്റെ കാര്യത്തിലാണെങ്കിലും അവര് രണ്ടുപേര് കൂടി മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതിന് കൂട്ടുണ്ട് സ്നേഹിത. അല്ല, അത് ഏത് കാര്യത്തിലാണെന്ന് മിഷൻ സാറ് പറഞ്ഞാൽ കൊള്ളാം. ഏത് വിധിയിലും ഏത് കാര്യത്തിലും അള്ളാഹുവും മുഹമ്മദും കൂട്ടാണ്. ഇല്ല, അത് തെറ്റാണ്. അങ്ങനെ ഒരു ഇജ്മാ ഇസ്ലാമിലില്ല. ഇജ്മായി പറഞ്ഞു. ഇജ്മാവ് ഇവിടെ ഖുറാനേക്കാളും എന്തൊരു ഇജ്മാവ്? അജ്മാവ് എന്ന് പറയുന്ന പണ്ഡിത മതമാണ്, സാബിത്ത് പറയുന്ന മതം. അതല്ലേ ഖുറാന്റെയും ഹദീസിന്റെയും ലക്ഷ്യം. ഒഴിഞ്ഞു മാറാനുള്ള ഏറ്റവും വലിയ തരികിട എന്ന് പറയുന്നത് അതാണ്. ഇജ്മാവ് അല്ല അവരുടെ കാര്യം. ഇജ്മാവ് അവിടെ ഒരു മിനിറ്റ് ഞാൻ ഒരു കാര്യം പറയാണ്. ഒറ്റ കാര്യം, അതായത് 6 മണിക്ക് അവസാനിപ്പിക്കുന്നുണ്ട്. ആര് സംസാരിച്ചാലും അവസാനിപ്പിക്കും. കറക്റ്റ് 6 മണിക്ക് അവസാനിപ്പിക്കും. അള്ളാഹുവാണോ മുഹമ്മദ് ആണോ വലിയവൻ എന്നാണ് ചർച്ച. ഞാൻ ചോദിക്കുന്നത് അച്ഛൻ കുഞ്ഞാണോ അനിൽക്കോടി തൊട്ടാണോ ഈ ഇസ്ലാമിക വിദ്വേഷം പരത്തുന്നതിൽ വലിയവൻ എന്നുള്ള ഒരു ഉത്തരം ഒന്ന് ഇങ്ങോട്ട് കിട്ടിയാൽ ബാക്കി അങ്ങോട്ട് പറയാമായിരുന്നു. ശരി, ഞാൻ പറഞ്ഞാൽ മതിയോ റിയാസ്? അയ്യോ, റിയാസ് താഴേക്ക് വിടണ്ട കേട്ടോ. ഒരു മിനിറ്റ്, ഞാൻ റിയാസിനെ ഒന്ന് മേലേക്ക് ഒന്ന് കൊണ്ടുവരട്ടെ. പറഞ്ഞ കാര്യത്തില് ഒരു കാര്യമുണ്ട്. അത് പറഞ്ഞ ശേഷം അദ്ദേഹം സംസാരിച്ചുള്ളൂ. ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ. ഓക്കെ, വേറൊന്നുമല്ല. നമ്മളൊരു ചോദ്യം ചോദിച്ചിട്ട് ആ ചോദ്യത്തിന് ഒരു ഉത്തരമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ആയി പോരുന്നല്ലോ. അതുകൊണ്ടാണ് വിഷൻ അദ്ദേഹം പറഞ്ഞു ഇസ്ലാമിന്റെ പ്രമാണം ഖുർആനാണെന്ന്, ഏറ്റവും വലിയ പ്രമാണം. അത് തെറ്റാണ്. ഇസ്ലാമിന്റെ ഏറ്റവും വലിയ പ്രമാണം ഇജ്മാ ആണ്. ഖുർആനാണെന്ന് അറിയണമെങ്കിൽ നബിയും സഹാബാക്കളും സപ്പോർട്ട് ചെയ്ത് ഇജ്മാവ് വേണം. അതല്ലാത്ത ഒരാൾ ഖുർആനാന്ന് പറഞ്ഞാൽ അത് ഇസ്ലാമിന്റെ രീതിയല്ല. ഇനി പറയട്ടെ, ഖിയാസും എല്ലാം വേണമെന്നുള്ള ഉറപ്പാണോ? നിങ്ങളല്ലേ നേരത്തെ പറഞ്ഞത് അങ്ങനെയല്ല, അള്ളാഹു മാത്രമാണ് തീരുമാനമെടുക്കുന്നവനെന്നാണല്ലോ. അതെ. അപ്പൊ ആ കാര്യത്തിൽ ഏത് കാര്യത്തിൽ ഇജ്മാവ് വേണമെന്ന് പറഞ്ഞാൽ ഒന്ന് ക്ലിയർ ആയിക്കോട്ടെ സബിത്തെ. ഇപ്പൊ സബിത്ത് ഇപ്പൊ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് നിങ്ങളുടെ ഗ്രന്ഥം ഖുറാൻ അല്ല ഒന്നാമതെന്ന് പറഞ്ഞു. അത് നഹാസും ബസിത്തും മുഹമ്മദ് അംഗീകരിക്കുന്നുണ്ടോ? സബിത്ത് ഒരു മിനിറ്റ്.
നവാസും ബസീത്തും ഇസ്ലാമിന്റെ രീതി ഇതാണ്. ഒരു സെക്കൻഡ് ഇപ്പൊ സബിത്ത് ഇവിടെ പറയുന്നു ഖുറാൻ അല്ല നിങ്ങളുടെ എല്ലാം സോൾജർ ബ്രദറെ ഒരു സ്റ്റേറ്റ്മെന്റ് കംപ്ലീറ്റ് ചെയ്യട്ടെ, അതിന്റെ ഇടയിൽ കയറല്ലേ ഒരു സ്റ്റേറ്റ്മെന്റ് അതല്ല കംപ്ലീറ്റ് അത് ചെയ്യട്ടെ. ആണ് ഇപ്പൊ അല്ല അത് ആണോ സോൾജർ അല്ല ഗ്രൂപ്പിൽ വന്നിട്ട് പറയാറുള്ള ഡയലോഗാണല്ലോ ഇടയിൽ കയറല്ലേ സ്റ്റേറ്റ്മെന്റ് കംപ്ലീറ്റ് ചെയ്യട്ടെ എന്ന്. അതുപോലെ തന്നെ അല്ല സാബിത്ത് മുഹമ്മദ് കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മൾ കമന്റ് അല്ല ചെയ്യാം. ഇപ്പൊ ഇടയിൽ ഇതൊരു വെച്ച് കട്ട് പുതിയ ചെയ്തിട്ട് സ്റ്റേറ്റ്മെന്റ് ആണ് കാര്യമില്ലല്ലോ. മുഹമ്മദ് അതല്ല ഇതൊരു പുതിയ സ്റ്റേറ്റ്മെന്റ് ആണ് കേട്ടത്. അപ്പൊ അതാണോ എന്നറിയുന്നെങ്കിൽ നിങ്ങളുടെ ഒരു കൺഫർമേഷൻ കിട്ടാനായിട്ട് അത് കഴിഞ്ഞ് സബിത്ത് പിന്നെ പറയും. അതാ സ്റ്റേറ്റ്മെന്റ് കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മൾ പറയാം എന്താ സാബിത്ത് ഉദ്ദേശിക്കുന്ന ഫുൾ സ്റ്റേറ്റ്മെന്റ് കിട്ടില്ല. സബിത്ത് ഓക്കെ, അതായത് സാധാരണ ഖുർആനാണെന്ന് ഇസ്ലാമിൽ തിരിഞ്ഞത് ഇജ്മാ ഉള്ളതുകൊണ്ടാണ്. ഹദീസ് ആണെങ്കിൽ അങ്ങനെ തന്നെയാണ്. അപ്പോ ഹദീസും ഖുർആനും ഇസ്ലാമിന്റെ ഏത് ഫത്വ ആയിക്കോട്ടെ, ഒരു വിഷയത്തിൽ എന്തെങ്കിലും ഒരു കാര്യം തീരുമാനിക്കണമെങ്കിൽ പണ്ഡിതന്മാരുടെ ഇജ്മാ വേണം. ഇജ്മാ കാലാകാലങ്ങളിലുള്ള ഏറ്റവും വലിയൊരു പ്രമാണമാണ്. അതായത് നബി ആയിരുന്നു എന്ന് പറയുന്നത് സഹാബാക്കളാണ്. ആ സഹാബാക്കളായിരുന്നു എന്ന് പറയുന്നത് താബികളാണ്, അനുചരന്മാരാണ്. അപ്പൊ ഒരു വിഷയത്തില് ഖുർആനിന്റെയോ ഹദീസിന്റെയോ വിഷയത്തെ ആസ്പദമാക്കി, അത് വിശ്വാസകാരിയാവട്ടെ കർമ്മകാരിയാവട്ടെ ഏത് കാര്യമായിക്കോട്ടെ, അതിന്റെ വിധി പറയേണ്ടത് അവരാകുന്നു. അവരിൽ നിന്നാണ് ഔലിൽ അംറിലേക്ക് കിട്ടുന്നത്, പണ്ഡിതന്മാരിലേക്ക്. അപ്പോ അവര് പറഞ്ഞതാണ് ഞങ്ങൾക്ക് പറയാൻ സാധിക്കുള്ളൂ. അപ്പോ അള്ളാഹുവിന്റെ സമദാനിയത്തില് പങ്ക് ചേർക്കുന്ന വിഷയത്തില് ലോകത്ത് ഒരു സൃഷ്ടിക്കും പങ്കില്ല. അപ്പൊ അങ്ങനെയാണ് ഇസ്ലാം വിശ്വസിക്കുന്നത്. നബിക്കുമില്ല, ഒരു പ്രവാചകന്മാർക്കും ഇല്ല. പക്ഷെ അള്ളാഹു കൊടുത്ത ചില അനുഗ്രഹങ്ങളുണ്ട് ചില മഹാന്മാർക്ക് എന്നല്ലാതെ. ഇതാണ് ഞാൻ നബിയുടെ മേൽ സലാത്ത് ചൊല്ലുന്നു എന്ന് പറയുമ്പോൾ നബി ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹു പറഞ്ഞതല്ലാതെ പറയില്ല എന്ന ഉദ്ദേശത്തിലാണ് ആ പറഞ്ഞത്. ഇനി ഞാൻ പറഞ്ഞ തെറ്റാണെന്ന് ബാസിത്തിനോ നഹാസിനോ മുഹമ്മദിനോട് ചോദിച്ചു വെക്കും, എന്നിട്ട് സംസാരിക്കാം. ബാസത്തിന് ഞാൻ പറയാം, അതിനുശേഷം വിഷ്ണു ഞാനോ ഓക്കെ. നഹാസ് യോജിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. സോൾജർ ബ്രദർ പറഞ്ഞപ്പോൾ എന്താണ് ഇന്ററപ്റ്റ് ചെയ്തതെന്ന് വെച്ചാല് ലാ ഇലാഹ് എന്ന് ഒരാൾ പറഞ്ഞാല് സോൾജർ ബ്രദർ പെട്ടെന്ന് ചോദിച്ചാൽ ഇത് അംഗീകരിക്കുന്നുണ്ടോ എന്ന് വെച്ചാല് ഇല്ലല്ലാഹു എന്ന് പറഞ്ഞാല് മാത്രമേ അതിന്റെ കൂടെ ചേർത്താൽ മാത്രമേ നമുക്ക് അതിനൊരു മറുപടി പറയാൻ പറ്റുള്ളൂ. അല്ല ഓക്കെ ഓക്കെ. അതുകൊണ്ട് പറയുന്നത് നമുക്ക് എന്താണ് പൂർണ്ണമായിട്ട് കേൾക്കാനുള്ള ഒരു അവസരം തരണം, എന്നിട്ട് ചോദ്യം ചോദിച്ചാലേ നമുക്ക് കൃത്യമായിട്ടുള്ള മറുപടി പറയാൻ പറ്റും. ഓക്കെ, അടുത്ത മുഹമ്മദ് എന്താണ് മുഹമ്മദ് അഭിപ്രായം? അത് കറക്റ്റ് ആണ്, അദ്ദേഹം പറഞ്ഞ കറക്റ്റ് ആണ്. നമ്മളിപ്പോ ഈ ബൈബിളിൽ ലോട്ട് എടുക്കുന്ന പോലെ ഇടയിൽ നിന്ന് ഒരു വചനം എടുക്കുന്ന പോലെ ഖുർആനിൽ പറ്റില്ല. അതുകൊണ്ടാണ് നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ നോക്കട്ടെ, പഠിക്കട്ടെ, നോക്കി പഠിച്ചിട്ട് മറുപടി പറയാന്ന് പറയുന്നത്. ഒരു ഖുർആനിൽ അത് എങ്ങനെ പറഞ്ഞു, അത് പ്രവാചകൻ എങ്ങനെ വിശദീകരിച്ചു, സഹാബത്ത് അത് എങ്ങനെ മനസ്സിലാക്കി നോക്കിയിട്ടാണ് നമുക്ക് അതിൽ മറുപടി പറയാൻ പറ്റുള്ളൂ. അതിനെങ്ങനെ വിശദീകരിക്കണം എന്ന് പറയാൻ പറ്റുള്ളൂ. അത് തന്നെയാണ് സാബിത്ത്. ഓക്കെ, അച്ചുംബ്രോ മറുപടി. എന്റെ പ്രിയ കൂട്ടുകാരെ, അതായത് നിങ്ങൾ ഈ പറഞ്ഞു വരുന്നത് കേൾക്കുമ്പോഴും, അതായത് ഖുറാൻ എല്ലാം തികഞ്ഞതാണെന്ന് പറയുമ്പോൾ ഞാൻ ഖുറാൻ വായിച്ചതിൽ മനസ്സിലായി, 5 അധ്യായം വായിച്ചപ്പോൾ മനസ്സിലായത് അതിന് ഒരു തുടക്കമോ മധ്യമോ അവസാനവുമില്ല. അതിന് ഞാൻ സാധാരണ പറയുന്നത് തുമ്പും വാലും ഇല്ലെന്ന ഖുറാനാണ്. അല്ല, നിങ്ങൾക്ക് ഒരു തുമ്പും വാലും ഉണ്ടെന്ന് തെളിയിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾ വന്നാൽ അടുത്ത ദിവസം ഞാൻ ആ വിഷയം മാത്രം ഇട്ടായിരിക്കും ചർച്ച ചെയ്യുന്നു. പരിധിയിൽ കവിഞ്ഞ് രണ്ടാമത്തെ എങ്ങനെ കേട്ടില്ല? ഹലോ, ഞാൻ പറയുന്നത് കേൾക്കാമോ? അച്ഛൻ കുഞ്ഞു ബ്രദറോടും സോൾജർ ബ്രദറിനോടും വിശ്വസിനോടും ഞാൻ ഒരു ചോദ്യം ചോദിച്ചോട്ടെ? ചോദിക്കാം, ഞാനതൊന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ചോദിച്ചോളൂ. അപ്പം ഞാനത് ഒരു വ്യക്തിയുടെ നിർബന്ധം കൊണ്ടാണ് ഞാൻ ഈ 5-ാം അധ്യായം വരെ വായിക്കാനുണ്ടായ കാരണം. എന്നോടത്ത് പറഞ്ഞ് ഏറെക്കുറെ ഖുറാൻ വായിച്ചാൽ മനസ്സിലാവും അച്ഛൻ കുഞ്ഞ് ഒരു കാര്യം ചെയ്യും, ഒരു 90 പേജ് വായിക്കാൻ പറഞ്ഞു. ഞാൻ 5-ാം അധ്യായം വായിച്ചപ്പോൾ 90 പേജിനകത്ത് കൂടുതലായി. അന്ന് വായിച്ചപ്പോൾ തന്നെ എനിക്ക് സംശയങ്ങൾ ഉടലെടുത്തു. അവരടുത്ത് ചോദിച്ചു, ആ സംശയങ്ങൾ ചോദിച്ചപ്പോൾ അവരെ ഗ്രൂപ്പിൽ നിന്ന് എന്നെ റിമൂവ് ചെയ്തു. അതുകൊണ്ട് എൻ്റെ പ്രിയ കൂട്ടുകാരെ, ഞാൻ ഇപ്പോഴും ചോദിക്കുകയാകുന്നു, ഞാൻ വായിച്ചിടത്തോളം 5 അധ്യായം വായിച്ചപ്പോൾ തന്നെ ഒന്ന് മനസ്സിലായി, അതിനകത്ത് ഒരു തുടക്കമോ മധ്യമോ അവസാനവുമില്ല. നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ അടുത്ത ദിവസം, ഇന്നില്ല, ഇന്നിപ്പോ 6 മണിക്ക് ക്ലോസ് ചെയ്യുക, അടുത്ത ദിവസം നമുക്ക് ഇതേ വിഷയം ഇട്ടിട്ട് സംസാരിക്കാം. ഞാൻ ഈ പല ദിവസങ്ങളിൽ ഈ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാതിരുന്നത്
ഇതേ സമയങ്ങളിൽ മറ്റ് ഗ്രൂപ്പുകളൊക്കെ ക്രിയേറ്റ് ചെയ്ത ആൾക്കാർ സംസാരിക്കുന്നത് കൊണ്ടാണ് ഞാൻ അവിടെ പോയിരുന്ന് കേട്ടുകൊണ്ടിരുന്നത്. ഓക്കെ, നമ്മൾ ഇത് സ്നേഹത്തിൽ മാത്രം നമ്മൾ വീണ്ടും ഇതാക്കാനാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങൾ പറയൂ, അതായത് മുഹമ്മദും അള്ളാഹുവും ചേർന്നിട്ട് ഒരു തീരുമാനം എടുക്കുന്നുവെങ്കിൽ അപ്പം ആ തീരുമാനം നിങ്ങൾ അനുസരിക്കുമോ ഇല്ലയോ? അതോ മുഹമ്മദ് എടുക്കുന്ന തീരുമാനത്തെ നിങ്ങൾ അനുസരിക്കത്തില്ലയോ? നിങ്ങൾ എന്തിനു വേണ്ടിയാണ് സുന്നത്ത്, അതായത് മുഹമ്മദ് ചെയ്തതുപോലെ തന്നെ നിങ്ങൾ ചെയ്യണമെന്ന് അതായത് ആഗ്രഹിക്കുന്നത്? അപ്പം ജീവനേക്കാൾ വലുതായി മുഹമ്മദിനെ സ്നേഹിക്കുന്നത് എന്തുകൊണ്ട്? മുഹമ്മദിൽ നിന്നും നിങ്ങൾക്ക് സ്വർഗത്തിൽ പോകാമെന്നുള്ള ഉറപ്പുണ്ടോ? അങ്ങനെയെങ്കിൽ ആ സ്വർഗം ഏതാണ്? ഇതൊക്കെ എനിക്ക് അറിയാൻ ആഗ്രഹമുണ്ട്. ഇതുവരെ അതൊന്നും ഇസ്ലാം വിശ്വാസികൾ പറഞ്ഞു തന്നിട്ടില്ല.